ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. രക്ഷകനായ യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ തീരുന്നു, പിന്നതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്നതറിയിച്ചിടുവാൻ. പിന്നതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്നതറിയിച്ചിടുവാൻ. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ തീരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ നിരന്നു. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചുവല്ലോ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചുവല്ലോ. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ നിരന്നു. നിങ്ങൾക്കുള്ള അടയാളമോ ശിലകൾ ചുറ്റിട്ട് പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ. നിങ്ങൾക്കുള്ള അടയാളമോ ശിലകൾ ചുറ്റിട്ട് പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ. നിങ്ങൾ കണ്ടിടുമേ ആട്ടിടന്മാരുമെല്ലാം രാജാക്കളും വീണു ആരാധിച്ചിടുന്ന രക്ഷകനെ. നിങ്ങൾ കണ്ടിടുമേ ആട്ടിടന്മാരുമെല്ലാം രാജാക്കളും വീണു ആരാധിച്ചിടുന്ന രക്ഷകനെ. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ നിരന്നു. പിന്നതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്ന ദൂതറിയിച്ചിടു. പിന്നതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്ന ദൂതറിയിച്ചിടു. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ തീരുന്നു. ഇന്നത്തെ വാക്യം ലൂക്കോസ് 1:78-79 വാക്യങ്ങൾ. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കോസ് 1:78-79. യേശു എന്ന രക്ഷിതാവ് നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്. അല്ലേ? നമ്മൾ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പിന്നെ നമ്മൾ പാടിയല്ലേ, എന്ത് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് ആ സുവിശേഷം? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇതാ ദാവീദ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചു. ദൂതഗണങ്ങൾ അതാണ് ആ ആട്ടിയുടെ സമൂഹത്തോട് പറഞ്ഞത്. ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ അനേക സന്തോഷങ്ങളുണ്ട് അല്ലേ? എന്നാൽ ഒരു മഹാസന്തോഷം തരാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു നിത്യസന്തോഷം തരാൻ ആർക്ക് സാധിക്കും? സത്യസന്തോഷം തരാൻ ആർക്ക് സാധിക്കും? നമ്മുടെ കർത്താവായ യേശു കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ സ്വർഗീയ മഹിമകൾ വിട്ട് ഈ കാണഭൂമിയിലോട്ട് വന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണം. മാത്രമല്ല, ഇതല്ലേ യെശയ്യാ പ്രവാചക മുഖാന്തരമൊക്കെ അരുളിച്ചെയ്ത വചനങ്ങൾ നിവൃത്തിയായി. മാത്രമോ പിന്നെ നമ്മൾ കാണുന്നു എന്താ, ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്ന ഒരു രക്ഷകനാണ് യേശു കർത്താവ് എന്ന് ഗബ്രിയേൽ അങ്ങനെയാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരകനായിട്ടാണ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. പാപങ്ങളെ നമ്മളെ രക്ഷിക്കാൻ, ഒരു വലിയൊരു മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കാൻ, നിത്യനരകത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കാൻ, ദൈവമായിട്ടുള്ള അകൽച്ച മാറ്റാൻ, ദൈവമായുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒക്കെ ആര് ഇറങ്ങി വന്നത്? ഈ രക്ഷകൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. മറ്റാർക്കും അങ്ങനെ തോന്നിയില്ല. പിതാവായ ദൈവത്തിന് മുമ്പായി അടിയനെ ഇത് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച ഒരു രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പിന്നെയും നമ്മൾ യെശയ്യാവിന്റെ 9-ാം അധ്യായത്തിലാണ് നമ്മളെന്താ കാണുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു, അല്ലെ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി ഈ ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ച നല്ലൊരു രക്ഷിതാവ് യേശു കർത്താവ് മാത്രം. യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കണമേ, വരണമേ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മളുള്ളിൽ വാസം ചെയ്യുന്നത്. അതെ, ഞാൻ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്നെ നല്ല അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥയോടെ, ഏകമനസ്സോടെ, പൂർണ്ണഹൃദയത്തോടെ പറയുമ്പോഴാണ് കർത്താവിൻ്റെ മകളായിട്ട് തീരുന്നത്. അപ്പോൾ ആ യേശുരക്ഷിതാവ് നമ്മൾ ഉള്ളിൽ പിറക്കുകയാണ്. പിന്നെ നമുക്ക് മഹാസന്തോഷവും സമാധാനം, അത് നിത്യസന്തോഷം, നിത്യസമാധാനമാകിയാൽ ആ മഹാസന്തോഷത്തിലോട്ട് കടന്നു വരുന്ന ഒരു ആഹ്വാന ദിനങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഹൃദയം ഒരുക്കപ്പെടട്ടെ. അതിനായിട്ട് നിങ്ങൾ വാഞ്ചയോടെ ഈ ദിവസങ്ങളായിരിക്കുക. രക്ഷകനെ രക്ഷിതാവും കർത്താവുമായി, നാഥനായി, ദൈവമായി അംഗീകരിച്ച് ഹൃദയത്തിൽ അവനിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലോട്ട് വന്നത്, കാൽവരിയിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നത്, ഇനി വീണ്ടും വരാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തന്നെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുമ്പോൾ നമുക്ക് കർത്താവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുകയും മഹാസന്തോഷത്തിന് ഉടമയായി തീരുകയും ചെയ്യുക തന്നെ ചെയ്യും. അതിനായി നിങ്ങൾ ഹൃദയം സമർപ്പിക്കുമോ? ദൈവം ഓരോരുത്തരെ അതിനായിട്ട് നിങ്ങൾ സഹായിക്കുമാറാട്ടെ. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ നിരന്നു, വിണ്ണതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്ന ദൂതറിയിച്ചിടുവാ. സ്വർഗീയ വീണകൾ മീട്ടി സ്വർഗീയ ദൂതന്മാർ നിരന്നു, വിണ്ണതിൻ നായകൻ മണ്ണിലേക്ക് എഴുന്നള്ളി വന്നിടുന്ന ദൂതറിയിച്ചിടുവാ. സ്വർഗീയ വീണകൾ